എല്ലാവർക്കും നമസ്കാരം. അന്നയ്ക്ക് വണക്കം, തന്തയ്ക്ക് വണക്കം, ആശാനുക്ക് വണക്കം, 18 സിദ്ധറുകൾക്ക് വണക്കം. ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രത്യേക വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ മേടിക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഞാനത് വളരെയധികം സൂക്ഷ്മ നിരീക്ഷണം ഞാൻ നടത്താറുണ്ട്. അപ്പൊ ഇതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ പെടും. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനത് ഒന്ന് വിശകലനം ചെയ്യുകയും അത് നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റിയെങ്കിൽ നമുക്കതിൽ സാമ്പത്തിക ലാഭം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്ക് വിപണനം ചെയ്താൽ എന്തെങ്കിലും പ്രയോജന സാധ്യത അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ ഞാനൊന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പുറകിലുള്ള ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ചിന്താ ശകലമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് പോവുകയുണ്ടായി. പോകുമ്പോൾ അവിടെ കടല എണ്ണ ചോദിച്ച് ഒരാൾ വരുന്നു. ഏതാണ്ട് നല്ല ഒരു റേറ്റ് ആണ് അദ്ദേഹം കൊടുത്തത്, 1 ലിറ്റർ. അപ്പൊ ഞാൻ നോക്കി. അപ്പൊ ഈ അത് ഒരു 10 ലിറ്റർ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭീമമായ ഒരു തുകയാണ് അയാൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുവാനും വിശേഷ ദിവസങ്ങളിൽ ഈ കടല എണ്ണ നമ്മൾ മേടിക്കാറുണ്ട്. അപ്പൊ ഇതുകൊണ്ട് വളരെയധികം ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശുദ്ധമായതാണെങ്കിൽ ഓക്കെ. ഒരു കമ്പനികളും പറയുന്നില്ല അവരുടെ പ്രോഡക്റ്റ് ഇത് 100% ശുദ്ധിയാണ് എന്ന് ആരും പറയത്തില്ല, പറയാൻ പറ്റില്ല. അത് തന്നെയാണ് ഇത് എല്ലാ എണ്ണയിലും ഉള്ള കാര്യം തന്നെയാണ്. ഇത് കടല എണ്ണ മാത്രമല്ല, എല്ലാ എണ്ണയിലും ഇത് തന്നെയാണ് പറയുന്നത്. ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന്റെ വിവരം എന്താന്നുള്ളത്. അപ്പൊ ശുദ്ധി ആയിട്ട് നമുക്ക് വിശ്വസിച്ച് നമ്മളുടെ വീടുകളിൽ നമുക്കിത് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ചെയ്തിട്ട് ഇത് പരിചയക്കാർക്ക്, പരിചയമുള്ള കടക്കാർക്ക്, ഒരു 4 പേർക്ക് എന്തുകൊണ്ട് 10 പൈസ വില കുറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതും കൂടി ഇത് ഒരു മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ എന്തായാലും ചെയ്യാം എന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ ഇനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക. അതേപോലെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതായത് നമ്മൾ പൈസ കൂടുതൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും വില കുറഞ്ഞത് ഏതാണോ അതാണ് ആൾക്കാർ മേടിക്കുന്നത്. അപ്പൊ ഈ ഏറ്റവും വില കുറഞ്ഞത് മേടിക്കുമ്പോൾ ഇതിനകത്ത് എന്താണ്, ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തെ ഇല്ലാതാക്കും എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല. ഏറ്റവും വില കുറഞ്ഞ സാധനം കൂടുതൽ വേണം, ഇതാണ് ഒരു ട്രെൻഡ്. ദയവായി ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും, കാരണം അത് നല്ലതാണ്. നിങ്ങൾക്ക് മോശപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ കുറച്ച് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് കിട്ടുകയും ചെയ്യും. അത് എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. രോഗം നിങ്ങൾക്ക് വരുത്തണോ അതോ രോഗം നിങ്ങൾക്ക് വരാതിരിക്കണോ, അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഇനി അടുത്തത്, ഏതൊരു ആഹാര പദാർത്ഥം വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അത് ഡേഞ്ചറായ ഭക്ഷണമായിരിക്കും. അതാദ്യം ചിന്തിക്കുക. ഏതൊരു ആഹാരം, അത് എന്തോ ആയിക്കോട്ടെ, നിസാരം, ചായ, ഈ പാല് 5 വയസ്സ് കഴിഞ്ഞാൽ അത് ആര് കഴിച്ചാലും അത് വിഷമാണ്. ഇത് എത്ര പേർക്ക് അറിയാം? നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പാൽ ചായ കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം പിന്നെ നമുക്ക് ആകെ ബോറാണ്, പിന്നെ ഒരു മന്ദഗതിയാണ്. പിന്നെ ഇത് ആരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ?
5 വയസ്സ് കഴിഞ്ഞ മാക്സിമം 6 വയസ്സ് കഴിഞ്ഞ് പാല് ആര് കുടിച്ചാലും അത് വിഷമാണ് ആ ശരീരത്തിൽ പോകുന്നത്. അതിനാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും എല്ലാം നമ്മുടെ സിദ്ധന്മാരും മുന്നോറുകളും എല്ലാം പറഞ്ഞിരിക്കുന്നത്, ഒരു ഗ്ലാസ് പാലെടുത്ത്, നിങ്ങൾക്ക് പാല് കുടിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് പാലെടുക്കുക, അതിനകത്ത് ഒരു 5 കുരുമുളക് നന്നായിട്ട് ഇടിച്ച് ചതച്ച് അതിനകത്ത് ഇടുക, എന്നിട്ട് ഒരു ലേശം ഒരു 2 ഗ്രാമോ 3 ഗ്രാമോ മഞ്ഞപ്പൊടി അതിനകത്ത് ഇട്ട് നിങ്ങൾ അത് കുടിക്കുക, തിളപ്പിച്ച് കുടിക്കുക. അപ്പൊ അത് ഔഷധമായി കഴിഞ്ഞു. അതിനകത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന കാൽസ്യം, മിനറൽസ് എല്ലാം നമുക്ക് വകയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ അത് പോകട്ടെ. ഞാനപ്പോ പറയാൻ വന്നത്, അപ്പൊ ഈ കടല എണ്ണ, അപ്പൊ ഈ കടല എണ്ണ 1 കിലോയ്ക്ക് 1 കിലോ കപ്പലണ്ടി നമ്മൾ മേടിക്കുക. 1 കിലോ കപ്പലണ്ടിക്ക് ഏതാണ്ട് 140 രൂപ, പോട്ടെ 150 രൂപ. 16 കിലോ കപ്പലണ്ടി വാങ്ങിച്ച് ആട്ടിയാൽ നമുക്ക് ഏതാണ്ട് ഒരു 6.25 ലിറ്റർ കടല എണ്ണ നമുക്ക് കിട്ടും. ആട്ടുകൂലി ഒരു 10, 200, 300 കൊടുക്കാം. അപ്പൊ 1 കിലോയ്ക്ക് 140, 150 രൂപ റേഞ്ച് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 16 കിലോയ്ക്ക് ഏതാണ്ട് ഒരു 2440 രൂപ അതിന് മാത്രമായിട്ട് നമുക്ക് ചിലവാകും. അതിൻ്റെ കൂടെ ആട്ടുകൂലി ഒരു 200, 300 അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഒരു 2500, 600 റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പൊ ഈ 2500 രൂപ 600 രൂപ മുടക്കിയാൽ 6.25 ലിറ്റർ നമുക്ക് ശുദ്ധമായ പ്യുവർ കടല എണ്ണ നമുക്ക് കിട്ടും. ഇതില് ഒരു 2 ലിറ്റർ നമ്മുടെ വീട്ടാവശ്യത്തിന് എടുക്കുക, ബാക്കി 4.25 ലിറ്റർ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ ശുദ്ധമായ സാധനം എന്നും പറഞ്ഞ് കൊടുത്ത് ഉള്ള പൈസ മേടിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? നമുക്ക് മുടക്കത്ര ആകെ 1600 രൂപ, 2600 രൂപ. നമ്മൾ ഉപയോഗിക്കുന്ന ആ എണ്ണയുടെ കാശ് വരെ നമ്മൾ ഈ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് മുതലാക്കി എടുക്കാവുന്നതുമാണ്. പോരെ? ഓക്കെ, വീഡിയോ നീളുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.